Hello and welcome back to another Micah Savage episode 8. അല്ല 7. അപ്പൊ ഞാൻ എന്താ എപ്പിസോഡ് 8, 7 എന്നൊക്കെ പറയണ വെച്ച് കഴിഞ്ഞാ എന്ത് സൗണ്ടാ? എടാ സൗണ്ട് ഞാൻ ഇങ്ങനെ പറയണ വെച്ച് കഴിഞ്ഞാ നിങ്ങൾക്ക് അറിയോന്നറിയില്ല. ഞാൻ 7ാമത്തെ എപ്പിസോഡ് റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്ത് ഒക്കെ ചെയ്തതാ. പക്ഷെ എന്നെ കണ്ടു നോക്കിയപ്പോ എന്താ സംഭവം എന്ന് അറിയോ? ഫുള്ള് വൈറ്റ് സ്ക്രീൻ. റീപ്പില് മാത്രം കിട്ടുന്നുണ്ട്, ബാക്കി ഒന്നും കിട്ടണില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു അത് ഡിലീറ്റ് ചെയ്തിട്ട് വേറെ അപ്ലോഡ് ചെയ്യാന്ന്. അപ്പൊ അതിലാണ് നമ്മൾ ഈ ഒരു മോഫോം ഉണ്ടാക്കിയത്. സോ സാഡ് ഗൈസ്, ഒറ്റതിലുള്ള മോഫോമാണ്. ഇനി നമുക്ക് വോയിസ് കൂട്ടാം, ഇത്ര മതി. ചാവടാ ചാവടാ. മൈ ഗോഷ്, ഇന്ന് തീരുമോ? തളർന്ന് ഒരു സമാധാനായി. ഇതൊക്കെ നമുക്ക് കളയട്ടെ. എത്ര ആരോസാടാ മോള് കോപ്പറിങ്കട്ട്. അത് ഞാൻ ഉണ്ടാക്കിച്ചതാ. ആയുടെ കാര്യം കിട്ടി. എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടിയതാ. ഏറ്റവും കൂടുതൽ കിട്ടിയതൊന്നുമല്ല, ഇവിടെ കിട്ടിയതിപ്പോ കണ്ടുപോകുന്നതായിരിക്കും. അല്ല, എത്ര ഉണ്ട് ശരിക്കറിയില്ല. ഗൺ പൗഡർ എത്ര ഉണ്ടാ? കുറച്ച് അത്ര പോലെ നമുക്ക് ഇനി വേണം. ഈ കടന്നിറങ്ങണം. കടന്നിറങ്ങാൻ സമ്മതിക്കില്ലടാ. ഒരു ചുറ്റും നമ്മൾ കടന്നിറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇത്ര കാർപ്പറ്റ് ബാക്കിയാണ്. കാർപ്പറ്റ് നമുക്ക് വയ്ക്കാം. തീർക്കളവന്മാരെ, എനിക്ക് എക്സ്പി വേണം. എക്സ്പി കിട്ടി. എക്സ്പീരിയൻസ്, എക്സ്പി ഫാം, എക്സ്പി. ആ തിളങ്ങുന്ന സാധനം കണ്ടാൽ എങ്ങനെയാണെങ്കിൽ. അപ്പൊ ഇത് വർക്ക് അവിടെ കാണിച്ചു തരാണെങ്കിൽ നമ്മൾ ഇങ്ങനെ മുകളിലോട്ട് പോവാ. ഓ വാവ്, ഇവിടെ തന്നെ ബാക്കി നോക്ക്. വിച്ച്, സ്കെൽറ്റൻ, സോംബി, ക്രീപ്പർ. ക്രീപ്പർ നാം പിടിച്ചിട്ടില്ല. ക്രീപ്പർ. വാവ്, ചെയിൻ മെയിൽ ആർമർ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ബെസ്റ്റ്. കിട്ടിക്കഴിഞ്ഞ സെറ്റാണ്. വീടാ വീടാ. സ്പൈഡർ സ്പോൺ ആവല്ലോ ഇവിടെ. കാർപ്പറ്റ് ഉണ്ടല്ലോ അവിടെ. സ്പൈഡർ നോട്ട് സ്പോൺ. ഹേ ബൈ. ഇന്ത്യക്ക് നാവലി വരുന്നു. വീടാ. ഇനി നമുക്ക് നേരെ പോകാം. ചാവൂല. പക്ഷെ ഉപ്പുതായില്ല. മുപ്പത്. ശരി, ഇനി നമ്മൾ നോക്കട്ടെ.
എന്തൊരു സുഖാണ്. വാവ്. ഏകദേശം വെറും ഒരു 30 മിനിറ്റ് ആയിട്ടുള്ള ഞാനിത് എൻജോയ് മുഴുവൻ എൻജാവാൻ. മുകളിലോട്ടൊന്ന് പോട്ടെ. എത്ര പേരാണ്? കുട്ടി സോംബി. ആ എന്നാണ് നീനടാ എന്നെ കൊന്നത്. സുട്ടി സോംബി ഒന്നുകിൽ കുട്ടി സോംബിടാ. വീടാ അങ്ങനെ ചെല്ലട മുത്തുമണികളെ. ക്രീപ്പർ വന്നോട്ടെ. ചെൽമാമറിട്ടവർക്ക് ഡാമേജ് അത് അടിക്കൂല. വീടാ അങ്ങനെ എന്താ നോക്കിക്കോ. വീടാ നിറച്ച് ക്രീപ്പറാണല്ലോ. ഞാൻ ഇവിടെ കൂട്ടത്തിലെത്തി. ഞാനെന്തോ കൊല്ലടാ. തീർക്കും ഞാനല്ല അതിനും. 30. യെസ്. പിന്നെ ഇന്നത്തെ നമ്മുടെ ഗോൾ വെച്ച് കഴിഞ്ഞാൽ ഫെന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗോളാണ്. എന്താണ് ഫെന്റാസ്റ്റിക്? ഫെന്റാസ്റ്റിക് ആണെന്ന് വെച്ചാൽ എന്താണ് ഇന്നത്തെ ഗോൾ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ഒരു ബിൽഡ് ചാടിക്കോ. ഒറ്റ നിലയുള്ള സാധനം. ഒറ്റ നിലയുള്ളൂ. അവിടെ കിളിങ്ങരിയ. എന്റെ വീട്ടിക്ക് നേരെ പോട്ടെ. സാൽമൺ ഉണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് എത്രാമത്തെ എപ്പിസോഡിലാണ് ഞാനിത് ഒരാളെ കൊന്നു നിർത്തുമെന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ഡയനൊക്കെ ഒന്ന് നിർത്തണ്ട എന്നൊക്കെ വിചാരിച്ചു. നമുക്ക് ഡ്രാഗനെ കൊന്നു കഴിഞ്ഞിട്ട് നമുക്ക് 1.21 ഇറങ്ങുകയാണെങ്കിൽ അത് ചെയ്യാം ചിലപ്പോ. അല്ലെങ്കിൽ ഞാൻ അത് ചെയ്തോളാം. 1.25 അല്ല 1.20.5 സാധനം. 1.21 അപ്ഡേറ്റ് ജൂൺ 1 വരിക എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്ന് നമ്മളുടെ ഫെന്റാസ്റ്റിക് എപ്പിസോഡ് എന്താ വെച്ചാൽ ഇന്നത്തെ ഫെന്റാസ്റ്റിക് എപ്പിസോഡ് എന്താന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഫെന്റാസ്റ്റിക് എപ്പിസോഡ് നമ്മള് ബിൽഡിംഗ് ആണ്. നമുക്ക് ഫെന്റാസ്റ്റിക് എപ്പിസോഡ് എന്താണ് ഫെന്റാസ്റ്റിക് ആയിട്ടുള്ള എപ്പിസോഡ്? ഇന്നത്തെ ഫെന്റാസ്റ്റിക് ആയിട്ടുള്ള എപ്പിസോഡ് എന്താ ചെയ്യാ? ബിൽഡിംഗ് ആണ് നമ്മുടെ ഫെന്റാസ്റ്റിക് എപ്പിസോഡ് പറഞ്ഞു. ഏതൊക്കെ ബിൽഡിംഗ് ആണ്? മൈനിങ് ഏരിയ പോയടാ. വേർ ഈസ് അവർ മൈനിങ് ഏരിയ? അതൊരു മൈനിങ് ഏരിയ പറയണ്ട. അവിടെ മൈൻ ചെയ്തിട്ട് ഡയമണ്ട് ഒക്കെ എത്തിച്ചത്. നമുക്കത് ഒരു ഭാഗത്ത് അവിടെ ആയിട്ടൊരു ബിൽഡ് ചെയ്യാം. പിന്നെ നമ്മളെ വീട് ഒന്ന് പുതുക്കി പണിയണം. എങ്ങനെ പുതുക്കി പണിയാ? ഇങ്ങനത്തെ ക്ലാസ് വരുന്നേ. ഇങ്ങനെ വേണം നമ്മളെല്ലാം നോക്കണം. അപ്പൊ ഇന്ന് നമ്മളെല്ലാം നമ്മളെ വീട് പുതുക്കി പണിയാനാണ് നമ്മളെ പ്ലാൻ വന്നിരിക്കുന്നത്.
മൈനാണെങ്കിൽ കുറച്ചധികം നല്ല ഉണ്ട്. നമുക്ക് പിന്നെ വീടും അതേപോലെ മൈനിങ് ഏരിയയും വെച്ച് കഴിഞ്ഞാൽ മൈൻ ചെയ്യുന്ന സ്ഥലവും കൂടി ഒന്ന് ഒതുക്കി പണിയണം. നമ്മളെ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ചെസ്റ്റ് റൂം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് കപ്പിൾ സ്റ്റോർ ഈ സാധനങ്ങളൊക്കെ നമുക്ക് വാട്ടർ കിടന്നോട്ടെ. ഇതെല്ലാം നമുക്ക് കൊണ്ടയച്ചേക്കാം. റോ സാൽമണും വേണ്ട, സാൽമണാണ് അത് വേണ്ട. അപ്പോ ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനുള്ള ആവശ്യമുള്ളത് ഞാൻ വായിച്ചപ്പോ ഒരു പിക്കാക്സിന്റെ മോഡൽ ഉണ്ടാക്കിയാലോ വെച്ച്. പിക്കാക്സ് കുത്തിക്കൊണ്ടിരിക്കണത്. ഇപ്പൊ ഞാൻ വിചാരിച്ച് പിക്കാക്സ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഏത് പിക്കാക്സ് വേണത്? ഡയമണ്ട് ആണെങ്കിൽ അയച്ചു. പക്ഷെ ഡയമണ്ട് വേണം, അതുപോലെ ബ്ലൂ വൂൾ വേണം, ഡയമണ്ട് ബ്ലോക്ക് വേണം, അതേപോലെ തന്നെ കോൺക്രീറ്റ് വേണം. കോൺക്രീറ്റ് വേണം, ഇഷ്ടംപോലെ സാധനങ്ങൾ വേണം. അതിപ്പോ എന്റെ അടുത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ വിചാരിച്ച് ഒരു സ്റ്റോണിന്റെ ചെയ്താലോ വെച്ച്. സ്റ്റോണിന്റെ അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഗ്രാവിന് ആവശ്യമില്ല. സ്റ്റോൺ എവിടെയാണോ അവിടെ വെച്ചിട്ട് ഒരു കോളെടുത്ത് കത്തിച്ചേക്കാം. ഇത് വർക്കാവില്ലേ? ഇതൊക്കെ വർക്കാവില്ല. ഫർണസ് അവിടെ ഫർണസ് ഉണ്ടാക്കാം. നമ്മുടെ ക്ഷാമത്തിന്റെ ആൾക്കാര് ഫർണസ് ഉണ്ടാക്കും. നമ്മള് നമുക്ക് കഴപ്പോ ക്ഷാമോ ഒന്നുമില്ല. ഇതൊന്ന് വെക്കുന്നു, ഇതിലൊന്ന് വെക്കുന്നു. വേഗം വേഗം വേഗം. പിസ്റ്റൂണിന്റെ ഡിസൈൻ വെച്ച് കഴിഞ്ഞാ നോക്കട്ടെ. ഡിസൈൻ എടാ ഇവിടെ സ്റ്റോൺ ഉണ്ടല്ലോ. ഈ സ്റ്റോൺ ഇങ്ങനെയപ്പോ എന്തൊക്കെ ഉണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതെന്ത് ഈ ഗ്രേ കളർ സാധനം? ഇത്രയും സ്റ്റോൺ ഇവിടെ വെക്ക. പിന്നെ ഈ ഗ്രേ കളർ സാധനം എന്താ? ഈ ഗ്രേ കളർ സ്ഥാനം നമുക്ക് കാര്യം ചെയ്യാം. അതായത് നമുക്ക് ഗ്രേ കോൺക്രീറ്റ് വെക്കാൻ പറ്റില്ല. ഗ്രേ പൂൾ വെച്ചാലോ? പറ്റില്ല. സ്റ്റോണിന്റെ ഡിസൈനും വെക്കാൻ പറ്റില്ല. അപ്പൊ ഞാനെന്ത് ചെയ്യും ഗൈസ്? ഇത് ചോദിക്കാൻ പറ്റില്ല. അയണോർ വെക്കാൻ പറ്റുകയാണെങ്കിൽ ചിത്തായിരിക്കും. അയണോറിനത്തില്ലല്ലോ. അയണോറിന്റെ ഡിസൈന് ആയിരിക്കും ചിലപ്പോ. ഗോൾഡ് ഉണ്ട്. ഗോൾഡ് ഓറാണ്. അല്ല, ഓറല്ല, റോ അയണ്. ഇതിപ്പോ എങ്ങനെയാ? നമുക്ക് കപ്പിൾ സ്റ്റോൺ ഡിസൈൻ വെക്കുകയാണെങ്കിൽ ഇതാ നമ്മൾ എപ്പോഴും മുമ്പ് മൈൻഡ് ചെയ്യുമ്പോൾ കിട്ടിയ കപ്പിൾ സ്റ്റോൺ ആണ് നമ്മുടെ കപ്പിൾ സ്റ്റോണിന്റെ ഉണ്ടാക്കി വരും. നമുക്ക് ഈ കപ്പിൾ സ്റ്റോണിന്റെ വെക്കുകയാണെങ്കിൽ ഇതിലും വേണം ഗ്രേ കളർ റോക്സ് ആണ്. അല്ല, കപ്പിൾ സ്റ്റോൺ വെക്കുകയാണെങ്കിൽ ഒരു ഗ്രേ കളർ വൈറ്റ് അങ്ങനെ വെക്കണം. നമുക്ക് ഏത് ബിൽഡ്, ഒരു വീട് മതി നമുക്ക്. പോരെ, ഒരു വീടിന്റെ ബിൽഡ് ആണെങ്കിലും തിരക്കടില്ലല്ലോ.
നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി സ്ക്രൂസ് വേണം, ഒക്കെ വേണം. സ്ക്രൂസ് ഇഷ്ടം പോലെ സ്ക്രൂസ് കിടക്കട്ടെ. പിന്നെ നമുക്ക് വേണ്ടത് ഓക്ക് വേണം, ഓക്കിന്റെ വേണം. പിന്നെ ഇവിടെ കത്തി പിടിക്കണം. ഓ, കത്തി പിടിച്ച് കഴിഞ്ഞോ? നമുക്ക് അങ്ങനെ ചെയ്യാം. ബട്ട് എന്റെ അടുത്ത് ഈ സ്ക്രൂസ് വുഡും വെച്ചിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പൊ നമുക്കൊരു കാര്യം ചെയ്തേക്കാം. ഒരു സ്റ്റാക്ക് അവിടെ നമുക്ക് ആ ഒരു ഡിസൈൻ സെറ്റപ്പ് ആക്കാം. ബട്ട് നമുക്കൊരു വീടിന് ഡിസൈൻ തന്നെ ചെയ്യാം. അതായത് നമുക്കിത് മുഴുവൻ കുഴിച്ചു മാറ്റേണ്ടി വരുന്നതാണ്. പക്ഷെ ഇതൊരു മലയാണ്, ചെറിയൊരു മല. ഇവിടെ എങ്ങനെയുണ്ട് മൈനിങ് ഏരിയ ഉണ്ടാവുന്നത്? എവിടെയായിരുന്നു? നോക്കണം. ഇതൊന്നും അല്ലല്ലോ. എവിടെയാണ് മൈനിങ് ഏരിയ? ഇവിടെ ഒന്നും കാണാനില്ല. അവിടെ തൊട്ടപ്പുറത്ത് അപ്പൊ ഇതാണ് മൈനിങ് ഏരിയ. ഇവിടെ വെച്ചിട്ട് ഒരു കുഴിച്ചു മാറ്റണം ആദ്യം. അപ്പൊ ഞാനിത് വേഗം കുഴിച്ചൊന്ന് മാറ്റട്ടെ. ഓക്കെ ഗൈസ്, ഇതാ ഇരിക്കണ ഗൈസ് എന്റെ ഞാൻ ഉണ്ടാക്കിയ കുഞ്ഞ ബിൽഡ്. മൈനിങ് ഏരിയയുടെ ബിൽഡാണ് ഞാൻ ഉണ്ടാക്കി ഉദ്ദേശിച്ചത്. ഒരു വീട് പോലെ ഇരിക്കണം. ഒരു ഗ്ലാസ് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാക്കിയത്. ഇതിന്റെ ഉള്ളിൽ കുറെ ഏരിയ ഉണ്ട്. നമ്മൾക്ക് ഇവിടെ ആയിട്ട് സ്മെൽറ്റിംഗ് ഏരിയ വെക്കണം എന്നാണ് എന്റെ ഒരു പ്ലാന്. ഇവിടെ ആയിട്ട് നമുക്ക് കിട്ടുന്ന ഐറ്റംസ് ഒക്കെ ഇവിടെ നിന്ന് മോൾക്ക് വന്നത് സ്റ്റെപ്പ് വന്നിട്ട് മോളിൽ നിന്ന് ഇവിടെട്ട് എന്നാണ്. ഇവിടുന്ന് നമുക്ക് സാധനങ്ങൾ നമുക്ക് സ്മെൽറ്റ് ചെയ്യാനൊക്കെ ഏരിയ ആണ്. ഇവിടെ സ്റ്റോറേജ് സിസ്റ്റം, സ്മെൽറ്റിംഗ് സിസ്റ്റം, അതൊക്കെ വെക്കണം നമുക്ക്. അതാണ് ഇന്നത്തെ ഒരു എപ്പിസോഡ്. ഇത്രേ ഉള്ളൂ ഇന്നത്തെ എപ്പിസോഡ്. എല്ലാവർക്കും ഈ എപ്പിസോഡ് ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കലും മറക്കരുത്. അപ്പൊ അടുത്തൊരു കിടക്കാത്ത എപ്പിസോഡ് കാണാം. ടാറ്റാ, ബൈ ബൈ എന്ന് പറയാൻ വരട്ടെ ഗൈസ്. ഒരു കാര്യം കൂടി പറയട്ടെ. ഇതാണ് എന്റെ വീട്. വീട്ടിൽ ഞാൻ മുഴുവൻ ടോർച്ച് മാറ്റിയിട്ട്, മുഴുവനൊന്നുമില്ല, ടോർച്ചൊക്കെ മാറ്റിയിട്ട് ഇവിടെ ലാൻഡുകൾ തൂക്കി. താഴെ അതേപോലെ തന്നെ ലാൻഡുകള്. ഇവിടെ താഴെ ഇതാണ് ടോർച്ചിന്റെ ഇവിടെ. പിന്നെ ഇവിടെ ആയിട്ട് രണ്ട് സൈഡിലും ലാൻഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ
ഈ ഒരു വീട് ഒരു സ്മെൽറ്റിംഗ് ഒരു അടിപൊളി സെറ്റപ്പ് ഒരു തട്ടിക്കൂട്ടി ബിൽഡ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഒന്ന് കഴിഞ്ഞ 6ാമത്തെ എപ്പിസോഡിൽ എനിക്ക് 130 എത്രയോ സംതിങ് വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു എപ്പിസോഡിൽ കൂടി കിട്ടണമെന്ന് തോന്നുന്നു. അതേപോലെ തന്നെ അത്രയും വരുന്ന ലൈക്കും ചെയ്യാ, സബ്സ്ക്രൈബും ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് 130 എത്രയോ സബ്സ്ക്രൈബേഴ്സ് കിട്ടും. ഇതിപ്പോ മനസ്സിലായി നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതെന്ന്. ലൈക്ക് സബ്സ്ക്രൈബ്. ഷെയ്ഡ് ഇട്ട് കണ്ടുകഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. ഷെയ്ഡ് ഇട്ട് കഴിഞ്ഞ ലുക്ക് ഓക്കെ. ഇതിന്റെ ഉള്ളിലൊക്കെ ഷെയ്ഡ് പതിക്കാൻ നോക്ക്, വെളിച്ചം വരുന്നുണ്ട്. പിന്നെ അടിയിലും ഒരു രക്ഷയില്ല. പക്ഷേ മൈനിങ് ഏരിയ ആണെങ്കിൽ മൈൻ ചെയ്യാൻ പോണ ഏരിയ ആണെങ്കിൽ ഭയങ്കര ഡാർക്കാണ്. ബട്ട് ഈ ഒരു ബിൽഡ് എങ്ങനെ ഉണ്ട് നിങ്ങൾ കമന്റ് ചെയ്യാ. 1 to 10 ആണ് കമന്റ് ചെയ്യാ വീട് ബിൽഡ് എങ്ങനെ ഉണ്ടെന്ന്. ഓക്കെ, അപ്പൊ ഇന്നത്തെ കിടക്കാച്ച എപ്പിസോഡ് ഇത്രയുള്ളൂ. അപ്പൊ അടുത്തൊരു എപ്പിസോഡ് കാണാം. അതുവരേക്കും ഏവർക്കും ടാറ്റ, ബൈ ബൈ. അടുത്തൊരു കിടക്കാച്ച എപ്പിസോഡ് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ. See you in next video. അടുത്ത കിടക്കാച്ച എപ്പിസോഡ് കാണാം. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.